ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. ഇന്നലെ ആയിരുന്നു നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ളത്. ഗംഭീരമായ റിസൾട്ട് തന്നെയാണ് നിങ്ങളെല്ലാവർക്കും ലഭിച്ചിട്ടുള്ളത് എന്നെനിക്ക് ഉറപ്പാണ്. കാരണം അത്രയും മികച്ച റിസൾട്ടിൻ്റെ ഫോട്ടോസും മെസ്സേജുകളും കോളുകളും ഇൻസ്റ്റയിലുള്ള മെൻഷൻസും എല്ലാം വന്നുകൊണ്ടിരിക്കുമായിരുന്നു ഇന്നലെ. സോ നിങ്ങളുടെ പാരൻസ് എത്രത്തോളം തന്നെ ഹാപ്പിയാണോ അതേപോലെ തന്നെയാണ് സൈലത്തിലെ ഓരോ ടീച്ചേഴ്സും നിങ്ങളുടെ റിസൾട്ടിൽ സന്തോഷിക്കുന്നത്. റിസൾട്ട് ലഭിച്ച എല്ലാ മക്കളുടെയും ആദ്യത്തെ സംശയമാണ്, സാറേ +1 +2 ഞാൻ സയൻസ് എടുക്കുവാണെങ്കിൽ എനിക്ക് 10ാം ക്ലാസ്സിൽ എത്ര A+ വേണം? അതെല്ലാവരുടെയും മനസ്സിലൂടെ ഒരു തവണയെങ്കിലും പോയിട്ടുള്ളൊരു സംശയമായിരിക്കും. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. സോ മക്കളെ, ആ ഉത്തരത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഓപ്പൺലി നിങ്ങളോട് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ +1 +2 സയൻസ് ഞാൻ എടുക്കുന്നു എന്നുള്ള നിങ്ങളുടെ തീരുമാനം, ഇപ്പോൾ സയൻസിന് പകരം ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ഏത് വിഷയങ്ങളാണെങ്കിലും 10ന് ശേഷം ഞാൻ ഓപ്റ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടത് ഒരിക്കലും നിങ്ങളുടെ പാരൻസിന് നിർബന്ധപ്രകാരമാകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിന് നിർബന്ധപ്രകാരമാകരുത്. തൊട്ടയൽപക്കത്തെ ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ നിർബന്ധപ്രകാരമാവരുത്. മറിച്ച് നിങ്ങൾ ഓരോരുത്തരും തന്നെ തീരുമാനിച്ച വിഷയം മാത്രം നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ താല്പര്യം, നിങ്ങളുടെ ഫ്യൂച്ചർ ഏത് തരത്തിലാവണമെന്ന് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച വിഷയം മാത്രം നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. മറിച്ച് മറ്റൊരാളുടെ നിർബന്ധപ്രകാരം ഒരിക്കലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ്, അത് ഏതുമാവട്ടെ, സയൻസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, നിങ്ങൾ ഓപ്റ്റ് ചെയ്യരുത്. അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ, ഈ പറയുന്ന A+കളുടെ എണ്ണം മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റുകളിലോട്ട് നിങ്ങളെ നയിക്കുന്ന അളവുകോൽ എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് അളവുകോൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ താല്പര്യം തന്നെയാണ്. അത് ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞതേ ഉള്ളൂ. ആ താല്പര്യത്തിന് ശേഷം മാത്രമേ A+കളുടെ അളവുകോൽ വരുന്നുള്ളൂ. അതിന് പുറമെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് എടുത്തു പറയാനുണ്ട്. അതായത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയം നിങ്ങൾക്കൊരു സ്കൂളിൽ ലഭിക്കണമെങ്കിൽ അവിടെ കുറച്ച് പ്രാധാന്യം നൽകേണ്ട, അല്ലെങ്കിൽ പ്രാധാന്യം നിങ്ങൾക്ക് ലഭിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു വെച്ചാൽ, നിങ്ങൾക്ക് ഗ്രേസ് മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല. എല്ലാവർക്കും അറിയാം, പല മക്കൾക്കും ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് നിങ്ങൾ കുറച്ച് പെർട്ടിക്കുലർ കാര്യങ്ങൾ അഡീഷൻ ടു ദ ക്ലാസ് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടായിരിക്കും. ഉദാഹരണം പറയുവാണെങ്കിൽ റെഡ് ക്രോസ്, സ്കൗട്ട്, ഗൈഡ്സ്, SPC തുടങ്ങിയ അഡീഷണൽ കുറച്ച് പ്രോഗ്രാംസിലൊക്കെ നിങ്ങൾ പങ്കെടുത്തത് കൊണ്ട് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലുള്ള പ്രോഗ്രാംസിലുള്ള പാർട്ടിസിപ്പേഷൻ +1 +2 അഡ്മിഷനെ കൂടി സ്വാധീനിക്കുന്ന വലിയൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ കുറേ ക്ലബ്ബുകളുണ്ടാവും, മാത്സ് ക്ലബ്ബ്, സോഷ്യൽ ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, അതൊക്കെ ഇതിൽ കൺസിഡർ ചെയ്യപ്പെടുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ ഹയർ സെക്കൻഡറി നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഹൈസ്കൂൾ പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഫസ്റ്റ് കൺസിഡറേഷൻ ലഭിക്കുക, നിങ്ങൾക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി ലഭിക്കുക. അതായത്, മറ്റൊരു സ്കൂളിൽ 10ാം ക്ലാസ് പഠിച്ച് നിങ്ങളുടെ സ്കൂളിൽ +1 +2 പഠിക്കാൻ വരുന്ന കുട്ടിയേക്കാളും അതേ സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ച കുട്ടിക്ക് തന്നെ ആയിരിക്കും പ്രയോറിറ്റി ലഭിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു വെച്ചാൽ, നിങ്ങളുടെ പഞ്ചായത്തിലുള്ള സ്കൂളുകളാണെങ്കിൽ അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി അതേ പഞ്ചായത്തിൽ തന്നെ താമസിക്കുന്ന കുട്ടികൾക്കായിരിക്കും ലഭിക്കുക. സോ ഇതൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന പ്രയോറിറ്റി കാര്യങ്ങളാണ്. അതിനു പുറമെ നിങ്ങളേവരും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളേവരും കേൾക്കാൻ കാത്തിരിക്കുന്ന A+കളുടെ എണ്ണത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ബയോളജി സയൻസ് ആണ് +1 +2 ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ വരുന്ന കോർ സബ്ജക്റ്റുകളായ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി തുടങ്ങിയ സബ്ജക്റ്റുകൾക്കൊക്കെ നിങ്ങൾക്ക് A+ തന്നെയായിരിക്കും, സംശയം ഉണ്ടാവില്ല. സോ അതിൻ്റേതായ പ്രാധാന്യം ഈ പറയുന്ന A+കൾക്ക് കൂടിയുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ കോട്ടാസ് ഉണ്ടാവുമല്ലോ, അതിനും കൺസിഡറേഷനൊക്കെ ഉണ്ടാവും. മക്കളെ, ഈ കൺസിഡറേഷനുകളെല്ലാം അവിടെ നിലനിൽക്കുന്നെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത്, ഇത്രയും തടസ്സങ്ങൾ ഉള്ളതിനാൽ തന്നെ ഞാൻ ഏതെങ്കിലും ഒരു കോഴ്സ് എൻ്റെ ഇഷ്ടത്തിനപ്പുറം മാർക്ക് ഏതെങ്കിലും A+കളുടെ ഒക്കെ കുറവ് മൂലം എനിക്ക് ആഗ്രഹമില്ലാതൊരു കോഴ്സ് ചൂസ് ചെയ്യുന്നു എന്ന തരത്തിലോട്ട് നിങ്ങൾ മാറരുത്. നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. കാരണം എന്താണ്, ഏകജാലകത്തിലൂടെയാണ് അഡ്മിഷൻ പ്രൊസീഡിങ്സ് നടക്കാൻ പോകുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് കിട്ടിയില്ലെങ്കിൽ പോലും സെക്കൻഡിലും തേർഡിലും ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രോപ്പർലി നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളുകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് എന്തായാലും അഡ്മിഷൻ കിട്ടും. മക്കളെ, കാത്തിരിക്കുക. സോ അതിലൊന്നും നിങ്ങൾ ഇപ്പോൾ ടെൻഷൻ അടിക്കരുത്. അലോട്ട്മെൻറ്റിനെ സംബന്ധിച്ച് എല്ലാ ഡീറ്റെയിൽഡ് കണ്ടന്റുകളും എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. എല്ലാവരും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം അലോട്ട്മെൻറ്റിനെ സംബന്ധിച്ചാണ്. എന്തായാലും നിങ്ങൾ ആ ഒരു പ്രക്രിയയിലോട്ട് കടക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ ബയോളജി സയൻസ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വിചാരിക്കുക. ഞാൻ ബയോളജി സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണെങ്കിൽ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കുന്ന സ്കൂളുകളുണ്ടല്ലോ മക്കളെ, അതിലൊരിക്കലും
ഇപ്പം നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളുകളിൽ ബയോളജി സയൻസ് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ചുമ്മാ ഒരു ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ നിങ്ങൾ കൊടുക്കണ്ട. അതങ്ങനെ തെറ്റ് ചെയ്ത പല മക്കളും എൻ്റെ അറിവിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ബയോളജി സയൻസ് ആണ് ഓപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചതെങ്കിൽ എല്ലാ സ്കൂളുകളിലും ബയോളജി സയൻസ് തന്നെ കൊടുക്കുക. അല്ലാതെ അതിനിടയിലൂടെ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും കൊടുക്കരുത് മക്കളെ. അത് അത്രയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം പലരും എൻ്റെ അറിവിൽ തന്നെ പല മക്കളും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമല്ലാത്ത കോഴ്സ് കറൻ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ആ തെറ്റ് നിങ്ങൾ ആവർത്തിക്കരുത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്കൂളുകളിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോഴ്സ് മാത്രം നിങ്ങൾ അലോട്ട്മെൻറ്റിൽ കൊടുക്കണം മക്കളെ. സോ ഇതുപോലുള്ള ഡീറ്റെയിൽഡായ നിങ്ങളുടെ അലോട്ട്മെൻറ്റിനെ സംബന്ധിച്ചും നിങ്ങളുടെ അഡ്മിഷനെ സംബന്ധിച്ചുള്ള വിശദമായ വീഡിയോസ് എല്ലാം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു മക്കളെ. കാണാം.